ഹായ് ഫ്രണ്ട്സ്, വീണ്ടും JB വിഷന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. നമ്മളിന്ന് കഴിഞ്ഞ എപ്പിസോഡിന്റെ തുടർച്ച നമ്മൾ അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിലെ ഗ്ലാൻഡ് അവസാനിപ്പിക്കുന്നില്ല. ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പോസ്റ്റീരിയർ ലോബിൽ പിന്തളത്തിൽ സംഭരിക്കപ്പെടുന്നതുമായ രണ്ട് ഹോർമോണുകളാണ് നമ്മൾ അവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ തന്നെ നമ്മൾ പറഞ്ഞു, മുന്തളം പറയാനുണ്ട്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ മുന്തളത്തിൽ സംഭരിക്കപ്പെടുന്ന എന്നാൽ ഹൈപ്പോതലാമസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന രണ്ട് ഹോർമോണുകൾ കൂടെയുണ്ട്, അതുകൂടെ പറയാനുണ്ട് നമ്മൾ പറഞ്ഞേ. ഇവിടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പോസ്റ്റീരിയർ ലോബിൽ ആന്റീരിയർ ലോബിൽ മുന്തളത്തിൽ കാണപ്പെടുന്ന ഹൈപ്പോതലാമസിന്റെ രണ്ട് സുപ്രധാനമായ ഹോർമോണുകളാണ്. ഒന്ന് റിലീസിംഗ് ഹോർമോണുകൾ അഥവാ RH, രണ്ട് ഇൻഹിബിറ്ററി ഹോർമോണുകൾ. രണ്ട് സുപ്രധാനമായ ഹോർമോണുകളാണ് ആന്റീരിയർ ലോബിൽ മുന്തളത്തിൽ ശേഖരിക്കപ്പെടുന്നത് എന്നതാണ്. എന്തൊക്കെയാണ്? റിലീസിംഗ് ഹോർമോണുകളും ഇൻഹിബിറ്ററി ഹോർമോണുകളും. നമുക്ക് എന്താണ് റിലീസിംഗ് ഹോർമോൺ എന്ന് പറയുന്നത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ മുന്തളത്തിൽ പ്രവർത്തിച്ച് ഹൈപ്പോതലാമസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും അത് ബ്ലഡിലൂടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ മുന്തളത്തിലെത്തുകയും അവിടെ നിന്നുള്ള ട്രോപ്പിക് ഹോർമോണുകളുടെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ട്രോപ്പിക് ഹോർമോൺ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. എന്താണത്? ട്രോപ്പിക് ഹോർമോൺ എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ മുന്തളത്തിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട് മറ്റ് ഗ്ലാൻഡുകളുടെ മറ്റ് ഗ്രന്ഥികളുടെ പ്രൊഡക്ഷൻസിനെ, ഹോർമോൺ ഉൽപാദനത്തെ റെഗുലേറ്റ് ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഹോർമോൺ ആയിരുന്നു ട്രോപ്പിക് ഹോർമോണുകൾ. എക്സാമ്പിൾസ് എന്തൊക്കെയാ പറഞ്ഞത്? നമ്മള് TSH, ACTH, GTH അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ട്രോപ്പിക് ഹോർമോണുകളുടെ നിയന്ത്രണത്തിൽ മാത്രമേ മറ്റ് ഗ്ലാൻഡുകൾക്ക്, മറ്റ് ഗ്രന്ഥികൾക്ക് പ്രവർത്തിക്കാനാവുന്നതാണ്. അതുകൊണ്ടായിരുന്നു നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ മാസ്റ്റർ ഗ്ലാൻഡ് ഓഫ് അവർ ബോഡി എന്ന് പറഞ്ഞിരുന്നത്. അത് നമ്മൾ പറഞ്ഞു. എല്ലാ ഗ്ലാൻഡുകളെയും കൺട്രോൾ ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കി? ഹൈപ്പോതലാമസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന റിലീസിംഗ് ഹോർമോണുകൾ ബ്ലഡിലൂടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ മുന്തളത്തിൽ ആന്റീരിയർ ലോബിലെത്തുകയും അവിടെ നിന്നുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ മുന്തളത്തിൽ നിന്നുള്ള ട്രോപ്പിക് ഹോർമോണിന്റെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ട്രോപ്പിക് ഹോർമോണുകളെ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പൊ നോക്കൂ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ഏതെങ്കിലും ഒരു ട്രോപ്പിക് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിന്റെ ഇഷ്ടാനുസരണം പറ്റുമോ? ഇല്ല. പകരം ആര് പറയണം? റിലീസിംഗ് ഹോർമോൺ പറയണം. റിലീസിംഗ് ഹോർമോണിനെ ഉൽപ്പാദിപ്പിച്ചത് ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. അപ്പൊ യഥാർത്ഥത്തിൽ പറയേണ്ടത് ആരാ? ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനോട് പറയുകയാണ് ട്രോപ്പിക് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുക. ആ നിർദ്ദേശത്തിനനുസരിച്ച് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ട്രോപ്പിക് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ആ ട്രോപ്പിക് ഹോർമോൺ ഒരു ഗ്ലാൻഡിലെത്തി ആ ഗ്ലാൻഡിൽ നിന്നുള്ള ഹോർമോൺ പ്രൊഡക്ഷൻ കൂട്ടുകയും ചെയ്യുന്നു. നോക്കൂ, മാസ്റ്റർ ഗ്ലാൻഡ് ഓഫ് അവർ ബോഡി, നായക ഗ്രന്ഥി എന്ന പേര് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് നഷ്ടമാവാനുള്ള കാരണം ഇതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ അന്തസ്രാവി വ്യവസ്ഥയെ, ഹോർമോൺ സംവിധാനത്തെ കൺട്രോൾ ചെയ്യുന്നത് ആരല്ല? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ല. നേരത്തെ അങ്ങനെയായിരുന്നു നമ്മൾ ധരിച്ചിരുന്നത്. എന്തുകൊണ്ട്? ട്രോപ്പിക് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആയതുകൊണ്ട്. ആ ട്രോപ്പിക് ഹോർമോണാണ് മറ്റ് ഗ്ലാൻഡുകളെ നിയന്ത്രിക്കുന്നത് എന്നതുകൊണ്ട് അല്ലെ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈസ് നോൺ ആസ് ദ മാസ്റ്റർ ഗ്ലാൻഡ്. പക്ഷെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ആ പിറ്റ്യൂട്ടറി ഗ്ലാൻഡും സ്വതന്ത്രമല്ല, ഇൻഡിപെൻഡന്റ് അല്ല. പിന്നെയോ അതിന്റെ പ്രവർത്തനങ്ങളെ, അതിന്റെ പ്രൊഡക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസിൽ നിന്നുള്ള റിലീസിംഗ് ഹോർമോണുകളാണ്. അപ്പൊ ഏതെങ്കിലും ഒരു ഹോർമോണിന്റെ അല്ല, നമ്മൾ ഏതെങ്കിലും നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാല്, ഇപ്പൊ ഏതെങ്കിലും ഒരു ഗ്ലൂക്കോസിന്റെ അളവ്, ഗ്ലൂക്കോസ് അല്ലെങ്കിൽ നമ്മുടെ ലൈംഗിക ഹോർമോണുകളുടെ അളവ് കുറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ കൂടിയിരിക്കുന്നു എന്ന് കരുതുക. അങ്ങനെ കൂടിയാലോ കുറഞ്ഞാലോ ആ വിവരം ആദ്യം അറിയുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് ഉടൻ തന്നെ അവിടെ എന്ത് ചെയ്യും? റിലീസിംഗ് ഹോർമോൺ ഉത്പാദിപ്പിക്കും. ആ റിലീസിംഗ് ഹോർമോൺ എവിടെ എത്തും? അത് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ മുന്തളത്തിലെത്തും. മുന്തളത്തിൽ നിന്നുള്ള GTH-നെ ഉത്പാദിപ്പിക്കും, ഗൊണാഡോട്രോപിക് ഹോർമോൺ. ആ GTH നമ്മുടെ ഗൊണാഡുകളെ, ലൈംഗിക അവയവങ്ങളിലെത്തി
അതിൽ നിന്നുള്ള ഹോർമോൺ ഉൽപാദനത്തെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നു. ഓക്കെ, വേറെ എക്സാമ്പിൾ പറയുമ്പോൾ കാൽസ്യത്തിന്റെ അളവ് കൂടിയിരിക്കുന്നു, രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കൂടിയിരിക്കുകയാണ്. കാൽസ്യത്തിന്റെ അളവ് കൂടിയ വിവരം ആദ്യം ഹൈപ്പോതലാമസ് അറിയുകയും ഹൈപ്പോതലാമസിൽ നിന്ന് റിലീസിംഗ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും ആ റിലീസിംഗ് ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ മുൻതളത്തിലെത്തുകയും ആന്റീരിയർ ലോബിലെത്തുകയും അവിടെ നിന്നുള്ള TSH പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ആ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ തൈറോയിഡ് ഗ്ലാൻഡിലെത്തി കാൽസിറ്റോണിന്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നു. കാൽസിറ്റോണിൻ വിവിധ മാർഗങ്ങളിലൂടെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. മനസ്സിലായോ? കാൽസ്യത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശരീരത്തിനകത്തുള്ള കാൽസ്യം പോലുള്ള മറ്റു സംവിധാനങ്ങളുടെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്താൽ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിനകത്തുള്ള സംവിധാനങ്ങളൊക്കെയും അതാതിന്റെ അളവിലും അനുപാതത്തിലുമാണ് ഉള്ളതെങ്കിൽ ആ കണ്ടീഷന് നമ്മൾ പറയുന്ന പേരായിരുന്നു ആന്തര സമസ്ഥിതി, ഹോമിയോസ്റ്റാറ്റിസ്. എല്ലാം വേണ്ട അളവിലും വേണ്ട അനുപാതത്തിലും ആണെങ്കിൽ നമ്മുടെ ശരീരം ആന്തര സമസ്ഥിതി പരിപാലിക്കപ്പെടുന്നു, ഹോമിയോസ്റ്റാറ്റിസ് ആണ്. പക്ഷെ എന്തെങ്കിലും ഒരു വ്യതിയാനം സംഭവിക്കുമ്പോൾ, കാൽസ്യത്തിന്റെ അളവ് മാറുമ്പോൾ, ഗ്ലൂക്കോസിന്റെ അളവ് മാറുമ്പോൾ, ജലത്തിന്റെ അളവ് മാറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആന്തര സമസ്ഥിതി ഡിസ്റ്റർബ്ഡ് ആകുന്നു, ഹോമിയോസ്റ്റാറ്റിസ് മാറിപ്പോകുന്നു. ആന്തര സമസ്ഥിതി നിലനിർത്താൻ സഹായിക്കുന്നത് ആരാണ്? ആന്തര സമസ്ഥിതി നിലനിർത്താൻ സഹായിക്കുന്നത്, ഹോമിയോസ്റ്റാറ്റിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അതെങ്ങനെ എന്ന് ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കുക. കാൽസ്യത്തിന്റെ അളവ് കൂടിയാൽ ആന്തര സമസ്ഥിതിയിൽ മാറ്റം വന്നു. ആ മാറ്റം വന്ന വിവരം ഹൈപ്പോതലാമസ് അറിഞ്ഞു. എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു? അത് തന്നെ, റിലീസിംഗ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ആ റിലീസിംഗ് ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലെത്തി. എന്തിലൂടെ? ബ്ലഡ് ത്രൂ ദ ബ്ലഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നുള്ള TSH എന്ന ട്രോപ്പിക് ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കൂട്ടി. ആ TSH തൈറോയിഡ് ഗ്ലാൻഡിലെത്തി. തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്നുള്ള തൈറോക്സിന്റെ കാൽസിറ്റോണിന്റെ പ്രൊഡക്ഷനെ വർദ്ധിപ്പിച്ചു. കാൽസിറ്റോണിൻ ബ്ലഡിലെ കാൽസ്യത്തിന്റെ ലെവല് മിനിമൈസ് ചെയ്യുന്നു, താഴ്ത്തുന്നു. കാൽസ്യത്തിന്റെ ലെവല് താഴ്ത്തുന്നതോടുകൂടി ആന്തര സമസ്ഥിതി പരിപാലിക്കപ്പെട്ടു. ഹോമിയോസ്റ്റാറ്റിസ് ഈസ് മെയിൻറ്റെയിൻഡ്. ഈസ് ഇറ്റ് ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ഹൈപ്പോതലാമസ് ആന്തര സമസ്ഥിതി പരിപാലിക്കുന്നത്. ഒരിക്കലും ഡയറക്റ്റ് അല്ല, ഇൻഡയറക്ട്ലി ത്രൂ ഡിഫറെന്റ് ഹോർമോൺസ്. ബ്ലഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മറ്റു വിവിധ ഹോർമോണുകളിലൂടെ ഹൈപ്പോതലാമസ് നമ്മുടെ ആന്തര സമസ്ഥിതി പരിപാലിക്കാൻ സഹായിക്കുന്നു. ഓക്കെ, ദെൻ ഇൻഹിബിറ്ററി ഹോർമോൺ. ഇൻഹിബിറ്റ് എന്ന വാക്കിനർത്ഥം തടയുക എന്നാണ്. ഹൈപ്പോതലാമസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ബ്ലഡിലൂടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആന്റീരിയർ ലോബിൽ മുൻതളത്തിലെത്തുകയും ചെയ്യുന്ന ഇൻഹിബിറ്ററി ഹോർമോൺ ട്രോപ്പിക് ഹോർമോണിന്റെ പ്രൊഡക്ഷനെ തടയുന്നു, കുറയ്ക്കുന്നു. വേണ്ടിവരില്ല, ട്രോപ്പിക് ഹോർമോൺ കൂടുകയോ കുറയുകയോ വേണ്ടി വരും. അങ്ങനെ കൂട്ടുകയും കുറയുകയും ചെയ്യുന്നതിലൂടെയാണ് ഹൈപ്പോതലാമസ് ആന്തര സമസ്ഥിതി ഹോമിയോസ്റ്റാറ്റിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത്. ഇതാണ് ഹൈപ്പോതലാമസിന്റെ മറ്റ് രണ്ട് ഹോർമോണുകൾ, റിലീസിംഗ് ഹോർമോണുകളും ഇൻഹിബിറ്ററി ഹോർമോണുകളും. സോ ഹൈപ്പോതലാമസ് ഈസ് ഓവർ. ഇങ്ങനെ 4 വളരെ സുപ്രധാനമായ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നൗ നമുക്ക് എന്തിനെ ഹൈപ്പോതലാമസിനെ മാസ്റ്റർ ഗ്ലാൻഡായി കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു പേര് നമ്മൾ കൊടുത്തിട്ടില്ല. നേരത്തെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ഉണ്ടായിരുന്ന മാസ്റ്റർ ഗ്ലാൻഡ് എന്ന പേര് ആർക്ക് നൽകാം? നമുക്ക് ഹൈപ്പോതലാമസ് നൽകാം. ബിക്കോസ് റിലീസിംഗ് ഹോർമോൺസ് ആൻഡ് ഇൻഹിബിറ്ററി ഹോർമോൺസ് ഓഫ് ഹൈപ്പോതലാമസ് helps to maintain the homeostasis by regulating the productions of other hormones. മറ്റു ഹോർമോണുകളുടെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്നതിലൂടെ, ആ ഹോർമോണുകളുടെ സഹായത്തോടെ ഹോമിയോസ്റ്റാറ്റിസ് ആന്തര സമസ്ഥിതി നിലനിർത്തുന്നതിന് ഹൈപ്പോതലാമസ് സഹായിക്കുന്നു. സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഹൈപ്പോതലാമസ്. ഒരു ഗ്ലാൻഡ് കൂടെ നമുക്ക് പറഞ്ഞു വയ്ക്കുക, ഒരു കുഞ്ഞു ഗ്ലാൻഡ് ആണ് ഗൊണാഡ്. ലൈംഗികാവയവങ്ങൾ കുഞ്ഞു ഗ്ലാൻഡാണ്. സ്ത്രീ പുരുഷ ലൈംഗികാവയവങ്ങൾ രണ്ടും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് എന്ത്? ഗൊണാഡ്. ഗൊണാഡോട്രോപിക് ഹോർമോൺ ഓർക്കുക. ആ ഗൊണാഡിന്റെ ലൈംഗികാവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ, ഹോർമോൺ ഉത്പാദനത്തെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഗൊണാഡോട്രോപിക് ഹോർമോൺ ആയിരുന്നു. അപ്പൊ ഗൊണാഡ് അഥവാ ലൈംഗികാവയവങ്ങൾ
നിങ്ങൾ ഇതിന്റെ ഫണ്ടമെന്റൽ ഫീച്ചേഴ്സ് 9ാം ക്ലാസ്സിലൊക്കെ ആയിട്ട് പഠിച്ചിരുന്നു, അതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്. പുരുഷ ലൈംഗികാവയവത്തെ വൃഷ്ണങ്ങളെന്നും സ്ത്രീ ലൈംഗികാവയവത്തെ അണ്ഡാശയങ്ങൾ, വൃഷ്ണങ്ങൾ അഥവാ ടെസ്റ്റിസ്, അണ്ഡാശയങ്ങൾ അഥവാ ഓവറീസ് എന്നിവയായിരുന്നു സ്ത്രീ പുരുഷ ലൈംഗിക അവയവങ്ങൾ, റിപ്രൊഡക്റ്റീവ് ഹോർമോൺ, സെക്സ് ഓർഗൻസ് എന്ന് പറയുന്നു. ഓക്കെ, ഇതില് വൃഷ്ണങ്ങൾ, പുരുഷ ലൈംഗികാവയവമായ വൃഷ്ണങ്ങൾ അഥവാ ടെസ്റ്റിസ്, ഇതിന്റെ പൊസിഷൻ നമ്മുടെ അബ്ഡോമിനൽ കാവിറ്റിക്ക് പുറത്താണ്, ഉദരാശയത്തിന് പുറത്തായിട്ട് വൃഷ്ണസഞ്ചിക്കകത്ത്, അതൊരു മെംബ്രേനിയസ് സാക്കാണ്, വൃഷ്ണസഞ്ചിക്കകത്ത് കാണപ്പെടുന്ന ഗോളാകൃതിയോട് കൂടിയ മാർദ്ദവമേറിയ ഒരു ഭാഗമാണ് നമ്മുടെ ടെസ്റ്റിസ് അഥവാ വൃഷ്ണങ്ങൾ എന്ന് പറയുന്നത്. ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഉൽപ്പാദിപ്പിക്കുന്ന പുരുഷ ലൈംഗിക ഹോർമോണിന്, മെയിൽ സെക്സ് ഹോർമോണിന് പറയുന്ന പേര് ടെസ്റ്റോസ്റ്റിറോൺ ഓർ ആൻഡ്രോജൻ. ടെസ്റ്റോസ്റ്റിറോൺ, ടെസ്റ്റിസ് എന്ന വൃഷ്ണത്തിന്റെ ഇംഗ്ലീഷ് പദം മലയാളം മീഡിയം കുട്ടികൾ ഓർത്തു വയ്ക്കുക. അങ്ങനെ ഓർക്കുമ്പോൾ എളുപ്പമാണ്. ടെസ്റ്റിസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ. ഓക്കെ, എളുപ്പമാണ്. പുരുഷ ലൈംഗിക ഹോർമോണിന്റെ പേരാണ് ടെസ്റ്റോസ്റ്റിറോൺ. ടെസ്റ്റോസ്റ്റിറോണിന്റെ പ്രവർത്തനം ഒന്ന്, ലൈംഗികാവയവ വളർച്ച. പുരുഷ ലൈംഗികാവയവങ്ങളുടെ പ്രായത്തിനനുസരിച്ച് പുരുഷ ലൈംഗികാവയവങ്ങൾ ശരിയായ തോതിൽ വളർച്ച പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? ടെസ്റ്റിസ് നിർബന്ധമാണ്, ടെസ്റ്റോസ്റ്റിറോൺ നിർബന്ധമാണ്. അപ്പൊ ആ ടെസ്റ്റോസ്റ്റിറോണിലൂടെ ലൈംഗികാവയവങ്ങളുടെ സെക്സ് ഓർഗൻസിന്റെ വളർച്ചയെയും അതിന്റെ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നു. ഒന്ന്. രണ്ട്, പ്രൊഡക്ഷൻ ഓഫ് സ്പേംസ്. മെയിൽ ഗാമീറ്റിന്, മെയിൽ പുരുഷ ബീജകോശങ്ങൾക്ക് പറയുന്ന പേരാണ് സ്പേംസ്. സ്പേം അഥവാ ബീജകോശങ്ങൾ, പുംബീജങ്ങൾ. ആ പുംബീജത്തിന്റെ സ്പേമിന്റെ ഉൽപാദനത്തെ കൺട്രോൾ ചെയ്യുന്നു, ഉൽപാദനത്തെ സഹായിക്കുന്നു. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, ഫോർമേഷൻ ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, ദ്വിതീയ ലൈംഗിക സ്വഭാവങ്ങൾ ഉണ്ടാകുന്നതിന്, പ്രകടമാവുന്നതിന് സഹായിക്കുന്നു. ദ്വിതീയ ലൈംഗിക സ്വഭാവങ്ങൾ എന്നാൽ ഒരു പുരുഷനെ പുരുഷനാക്കി മാറ്റാൻ സഹായിക്കുന്ന, അല്ലെ, നമ്മളൊരു പ്രത്യേക ഏജ് വരെയൊക്കെ, യു പി സ്കൂൾ കാലഘട്ടങ്ങളിൽ വരെയൊക്കെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ശരീരപ്രകൃതിയിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. ശബ്ദത്തിന്റെ കാര്യം, ഇപ്പം ആളെ കാണാണ്ട് ശബ്ദം മാത്രം കേട്ടുകൊണ്ട് ആണാണോ പെണ്ണാണോ തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ്. ഏതാണ്ട് ഒരേപോലുള്ള ശബ്ദമൊക്കെയാണ്. പക്ഷെ അത് കഴിയുന്നതനുസരിച്ച് നമ്മളിൽ ആൺകുട്ടികളുടേതായ ദ്വിതീയ ലൈംഗിക സ്വഭാവങ്ങൾ, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ആ ഡെവലപ്മെന്റിനും സമയാസമയങ്ങളിൽ ടെസ്റ്റോസ്റ്റിറോൺ വേണം. ഓക്കെ, അപ്പൊ എന്തൊക്കെയായി? മെയിൽ സെക്സ് ഓർഗൻസിന്റെ ഡെവലപ്മെന്റിന്, വളർച്ചയ്ക്ക്, പുരുഷ ലൈംഗിക അവയവങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. രണ്ട്, സ്പേംസിന്റെ പുംബീജങ്ങളുടെ പ്രൊഡക്ഷനെ സഹായിക്കുന്നു. മൂന്ന്, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിന്, ദ്വിതീയ ലൈംഗിക സ്വഭാവങ്ങൾ ആൺകുട്ടികളിൽ പ്രകടമാവുന്നതിന് സഹായിക്കുകയും ചെയ്യുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. അപ്പോൾ പുരുഷ ലൈംഗിക ഹോർമോണിന്റെ പേരാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്നുള്ളത്. ഇനി അടുത്തത് സ്ത്രീ ലൈംഗികാവയവം. സ്ത്രീ ലൈംഗികാവയവത്തിന്റെ പേര് ഓവറീസ് അഥവാ എന്താണ്? അണ്ഡാശയങ്ങൾ. ഓവറീസ് അഥവാ അണ്ഡാശയങ്ങളാണ് സ്ത്രീ ലൈംഗിക അവയവത്തിന്റെ പേര്. ഇത് ഗർഭാശയത്തിന്റെ ഇരുവശങ്ങളിലുമായി കാണപ്പെടുന്ന ഒരു അവയവമാണ്. ഗർഭാശയത്തിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ്, അപ്പൊ ശരീരത്തിനകത്താണ് എന്ത് കാണുന്നത്? അണ്ഡാശയങ്ങൾ അഥവാ ഓവറീസ് കാണുന്നത് എന്നുള്ളത്. അണ്ഡാശയങ്ങൾ രണ്ട് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒന്ന് ഈസ്ട്രജൻ, രണ്ട് പ്രൊജസ്റ്ററോൺ. ഈസ്ട്രജൻ, പ്രൊജസ്റ്ററോൺ എന്നീ രണ്ട് ഹോർമോണുകളെയാണ് സ്ത്രീ ലൈംഗികാവയവമായ എന്തിൽ നിന്ന്? അണ്ഡാശയത്തിൽ നിന്ന്, ഓവറീസിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നത്. അതില് ഈസ്ട്രജൻ ഏതാണ്ട് ടെസ്റ്റോസ്റ്റിറോൺ പുരുഷന്മാരിൽ ചെയ്യുന്നതിന്റെ ഒരു ഫീമെയിൽ വേർഷൻ, സ്ത്രീവശം സ്ത്രീകളിൽ ചെയ്യുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ എന്ന് പറയുന്നത്. അതായത് ഒന്ന് ലൈംഗികാവയവ വളർച്ച, സ്ത്രീ ലൈംഗികാവയവങ്ങളുടെ ഓവറീസിന്റെ വളർച്ചയെയും അതിന്റെ പക്വമാവലിനെയും സഹായിക്കുന്നത് ഈസ്ട്രജനാണ്. രണ്ട്, അണ്ഡോൽപാദനം, ഓവുലേഷൻ. സ്ത്രീ ബീജകോശത്തിന് പറയുന്ന പേരാണ് ഓവം.
അണ്ഡകോശങ്ങൾ. ഈ അണ്ഡകോശങ്ങളുടെ ഉൽപാദനത്തെ സമയാസമയങ്ങളിൽ അണ്ഡകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിന് എന്ത് സഹായിക്കുന്നുണ്ട്? ഈസ്ട്രജൻ സഹായിക്കുന്നു. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. ഇപ്പൊ പെൺകുട്ടികളുടെ സ്ത്രീകളുടേതായ സവിശേഷ സ്വഭാവങ്ങൾ, ശാരീരികവും മാനസികവുമായ സവിശേഷ സ്വഭാവങ്ങൾ, സെക്ഷൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ ഈസ്ട്രജനാണ്. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഫീമെയിൽ ബോഡിക്കകത്ത് പ്രകടമാകുന്നതിന് ഈസ്ട്രജൻ സഹായിക്കുന്നു എന്ന് പറയും. മറ്റൊന്ന് മെൻസ്ട്രുവൽ സൈക്കിൾ. ഇറ്റ് കൺട്രോൾസ് ദ മെൻസ്ട്രുവൽ സൈക്കിൾ. ആർത്തവ ചക്രത്തെ ക്രമീകരിക്കുന്നതിലും 9ാം ക്ലാസ് വിശദമായി പഠിച്ചതാണ്. ആർത്തവ ചക്രത്തെ ക്രമീകരിക്കുന്നതിലും ഈ ഹോർമോണിന് അതിൻ്റെതായ പങ്കുണ്ട് എന്നതാണ്. അപ്പൊ ദ്വിതീയ ലൈംഗിക സ്വഭാവങ്ങൾ, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിന്റെ ഡെവലപ്മെന്റിന് സഹായിക്കുന്നുണ്ട്. അണ്ടോൽപാദനത്തിന്, ഓവുലേഷനെ, പ്രൊഡക്ഷൻ ഓഫ് ഓവത്തെ സഹായിക്കുന്നു. ആൻഡ് കൺട്രോൾസ് ദ സെക്ഷൽ മെൻസ്ട്രുവൽ സൈക്കിൾ അഥവാ ആർത്തവ ചക്രത്തെ ക്രമീകരിക്കുന്നു, സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ, സെക്ഷൽ ഓർഗൻസിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് സഹായിക്കുകയും ചെയ്യുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ എന്ന് പറയുന്നത്. 2 പ്രൊജസ്റ്ററോൺ. അടുത്ത ഹോർമോൺ എന്താണ്? പ്രൊജസ്റ്ററോൺ ഈസ്ട്രജനോട് ചേർന്ന് പ്രവർത്തിക്കുക ചെയ്യുക. അണ്ടോൽപാദനത്തിന് സഹായിക്കുന്നുണ്ട്. ഓവുലേഷനെ, പ്രൊഡക്ഷൻ ഓഫ് ഓവ അതിനെ സഹായിക്കുന്ന ഹോർമോണാണ്. അതുപോലെ തന്നെ ആർത്തവ ചക്രത്തെ, മെൻസ്ട്രുവൽ സൈക്കിളിനെ കൺട്രോൾ ചെയ്യുന്നതിലും ഈ പ്രൊജസ്ട്രോണും സഹായിക്കുന്നുണ്ട്. പിന്നെ ഇറ്റ് ഹെൽപ്സ് ടു ഫിക്സ് ദ എംബ്രിയോ ടു ദ യൂട്രസ് വോൾ. ഭ്രൂണത്തെ യൂട്രസ് വോളിലെ അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്നു. അല്ലെ, റിപ്രൊഡക്ഷൻ നമ്മൾ ഓവ അല്ലെ അണ്ടം പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അണ്ടവാഹിക്കകത്ത് വെച്ച്, ഒവിഡക്റ്റിനകത്ത് വെച്ചിട്ട് ഫെർട്ടിലൈസേഷൻ നടന്നാൽ, ബീജസംയോഗം നടന്നാൽ ഉണ്ടാകുന്ന സൈഗോട്ട്, സിക്താണ്ഡം എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്മെന്റ് സംഭവിക്കുക, മൾട്ടിപ്ലിക്കേഷൻ സംഭവിച്ച് ഏതാണ്ട് ഒരാഴ്ച സമയം കൊണ്ട് ക്രമേണ എന്തായിട്ട് മാറും? ഓവം അഥവാ എംബ്രിയോ ആയിട്ട് മാറും, ഭ്രൂണമായി മാറും. ആ ഭ്രൂണമാണ് ഇങ്ങോട്ട് വരിക, യൂട്രസിലേക്ക് വരിക. യൂട്രസിനകത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ഫ്ലോട്ടിംഗ് അല്ല, സ്വതന്ത്രമായി നിൽക്കുകയല്ല ചെയ്യുന്നത്. പിന്നീട് അത് യൂട്രസ് വോളിൽ അറ്റാച്ച് ചെയ്യും. എംബ്രിയോ, ഭ്രൂണം യൂട്രസ് വോൾ അറ്റാച്ച് ചെയ്തിട്ട് അവിടെ കിടന്നാണ് വളരുക. ആ അറ്റാച്ച്മെന്റ് ഈ ഭ്രൂണത്തിന്റെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ്. ഈ അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിലേ യൂട്രസ് വോളിൽ നിന്ന് എംബ്രിയോയ്ക്ക് ആവശ്യമായ, ഭ്രൂണത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ് കിട്ടുള്ളൂ. ആ ന്യൂട്രിയൻസ് കിട്ടിയാൽ മാത്രമേ പിന്നീടുള്ള ഇതിന്റെ ഡെവലപ്മെന്റ് നടക്കുള്ളൂ. അങ്ങനെ യൂട്രസ് വോളിലേക്ക് ഗർഭാശയത്തിൽ പറ്റിപ്പിടിച്ചാണ് നമ്മളൊക്കെ വളർന്നത്. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു കോശത്തിൽ നിന്ന് ഇന്ന് കാണുന്ന പരുവത്തിലേക്ക് നമ്മൾ എത്തുന്നതിന് മുൻപുള്ള മാറ്റങ്ങൾക്ക്, അടിസ്ഥാനപരമായ മാറ്റങ്ങൾ നമ്മളിൽ സംഭവിച്ചിട്ടുള്ളത് മാതാവിന്റെ യൂട്രസ് വോളിൽ അറ്റാച്ച് ചെയ്തുകൊണ്ടാണ്. ഇങ്ങനെ ഭ്രൂണത്തെയും മാതാവിന്റെ യൂട്രസിനെയും അറ്റാച്ച് ചെയ്യാൻ സഹായിച്ച ഒരു ചരടിന് ഒരു പേര് നിങ്ങൾ വളർച്ച പഠിച്ചു, അംബുലിക്കൽ കോഡ്, പൊക്കിൾക്കൊടി. ആ പൊക്കിൾക്കൊടി ഉപയോഗിച്ചുകൊണ്ടാണ് ബന്ധം വരുന്നത്. അപ്പൊ ആ ഫിക്സേഷനെ, ആ ഒട്ടിപ്പിടിക്കലിനെ സഹായിക്കുന്നുണ്ട്, പ്രൊജസ്ട്രോൺ സഹായിക്കുന്നു എന്ന് പറയാം. എന്താ? അപ്പൊ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ? അണ്ടോൽപാദനത്തെ, പ്രൊഡക്ഷൻ ഓഫ് ഓവത്തെ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മെൻസ്ട്രുവൽ സൈക്കിൾ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഭ്രൂണത്തെ, എംബ്രിയോയെ യൂട്രസ് വോളിനോട് അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇത്രയും ധർമ്മങ്ങളാണ് ആർക്കുള്ളത്? പ്രൊജസ്ട്രോണുള്ളത്. അപ്പോൾ പ്രൊജസ്ട്രോണും ഈസ്ട്രജനും ശരിക്കും വളരെ പ്രധാനപ്പെട്ട ഹോർമോണുകളാണ്. നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഈ 2 ഹോർമോണുകളാണ്. കാരണം ഓവർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ, ആ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഓവർ ഫെർട്ടിലൈസേഷൻ സംഭവിച്ചുണ്ടാകുന്ന എംബ്രിയോ, ഭ്രൂണം യൂട്രസുമായി അറ്റാച്ച് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന പ്രോസസ് ഇല്ല. അപ്പൊ നെക്സ്റ്റ് ജനറേഷന്റെ ഫോർമേഷന് വളരെ അത്യാവശ്യമായ 2 ഹോർമോണുകളാണ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഫീമെയിൽ ഹോർമോൺസ് എന്ന് പറയുന്നത്, സെക്ഷൽ ഹോർമോൺസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ്: 1 ഈസ്ട്രജനും, 2 പ്രൊജസ്ട്രോണും. മെയിൽ ഹോർമോണ് ടെസ്റ്റോസ്റ്റിറോൺ. ഓക്കെ, ഇതാണ് നമുക്ക് ഗൊണാഡും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളെയും സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പൊ ഇത്രയും പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കാം. ഈ ക്ലാസ്സിൽ നമ്മൾ എന്ത് പറഞ്ഞു? ഹൈപ്പോതലാമസിന്റെ 2ാമത്തെ
രണ്ട് ഹോർമോണുകളെ സംബന്ധിച്ച് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഗൊണാഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൽ സെക്സ് ഹോർമോൺസും ഫീമെയിൽ സെക്സ് ഹോർമോൺസും പറഞ്ഞു. മെയിൽ സെക്സ് ഓർഗൻസിന്, ലൈംഗിക അവയവത്തെ വൃഷ്ണങ്ങൾ അഥവാ ടെസ്റ്റിസ് എന്നും, ഫീമെയിൽ സെക്സ് ഓർഗൻസിനെ ഓവറീസ് അഥവാ അണ്ടാശയങ്ങൾ എന്നുമാണ് പറഞ്ഞത്. ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണ് ടെസ്റ്റോസ്റ്റിറോൺ എന്നും, ഓവറീസ് അഥവാ അണ്ടാശയങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിനെ ഈസ്ട്രോജൻ എന്നും പ്രൊജസ്ട്രോൺ എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഹോർമോണുകളൊക്കെയും അതാത് പുരുഷന്മാരിൽ പുരുഷന്റെ സ്വഭാവവും സ്ത്രീകളിൽ സ്ത്രീ സ്വഭാവവും വരുന്നതിനും അത് നിലനിർത്തുന്നതിനും സഹായിക്കുന്നു എന്ന് ഓർത്തിരിക്കുന്നു. ഓക്കെ, നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്തു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.